വളരെ വീണ്ടും ആവേശത്തോടു കൂടിയിട്ട് സുരേഷ് കുമാറും ലാൽ ജോസും അവരുടെ സഹപ്രവർത്തകരുമൊക്കെ ചേർന്നിട്ട് സൃഷ്ടിക്കാൻ എനിക്ക് കഴിയുന്ന എഴുത്തുകാരൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. അതിൽ വളരെ മാറ്റിമറിക്കലിൽ നിന്നും സാങ്കത്യമുണ്ട്. ആ പ്രമേയം പ്രസക്തമാണ്. പല ഗ്രാമങ്ങളും പല വിശ്വാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അത് വായിക്കുമ്പോൾ സ്വാഭാവികമായി തോന്നാകുന്നതായ ചില മിനുക്കലുകളോ ചെറിയ കൂട്ടിച്ചേർക്കലുകളോ ചെറിയ വെട്ടിക്കുറയ്ക്കലുകളോ ഒക്കെ സംഭവിക്കാം. സംരംഭത്തിന് എല്ലാ വിജയവും നേരുന്ന ഈ പുതിയ പ്രതിഭകൾക്ക് അവരുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി തീരട്ടെ ഈ സംരംഭം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഷൂട്ടിങ്ങിന് ശേഷമാണ് എനിക്ക് പേര് നീലത്താമര നായികയെന്നായത്. ആദ്യമായിട്ട് ഗ്ലിസറിൻ ഇടാതെ ഞാൻ ഒരുപാട് പൊട്ടി കരഞ്ഞ സീന് അഭിനയിച്ച ഒരു സിനിമ ഇതാണ്. എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ഗ്ലിസറിൻ ഇടാതെ കരഞ്ഞത് ഈ ഫിലിമിന് വേണ്ടിയിട്ടാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നെനിക്ക് ഓർമ്മയുണ്ട്, ഈ പടത്തിൻ്റെ പൂജ അതിൽ ഞാൻ പോയി പങ്കെടുത്തത്. MT സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ അതിൽ കിട്ടൂ. അങ്ങനെ ഒരിക്കൽ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് മുമ്പ് അതേ നീലത്താമര 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യണു. അതിൻ്റെ പൂജയിൽ ഞാൻ വന്നു എന്ന് പറഞ്ഞാൽ അതിന് നിർമ്മാതാവ് സുരേഷ് കുമാറിനും ഡയറക്ടർ ലാൽ ജോസിനും ഞാൻ നന്ദി പറഞ്ഞു എന്നെ വിളിച്ചതുണ്ട്. അത് MT സാറൊക്കെ എഴുതാമെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, തിരിച്ചു പുള്ളി അത് എഴുതുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സന്തോഷിക്കാവുന്ന ഒരു വസ്തുതയാണ്. കാരണം വെച്ചാൽ അതിൽ നിന്ന് എത്രയോ വളർന്നിട്ടുണ്ടാവും. നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റാണ്. അതിനൊരു അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട്, നല്ല മെസ്സേജ് ഉണ്ടാവും അതിന്.